ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ നിനക്ക് വേണ്ടേ? എനിക്ക് വേണ്ടത് ഞാനിങ്ങ് എടുത്തു. അതൊന്ന് പറയാന്ന് വിചാരിച്ച് വിളിച്ചതാ. നിനക്ക് സുഖം തന്നെയല്ലേ? അപ്പോ എന്റെ കുട്ടികളെ... അതല്ലേ ഞാൻ പറഞ്ഞത്, എനിക്ക് വേണ്ടത് ഞാൻ എടുത്തൂന്ന്. ഇവിടെ നിന്നും ഒരു ശാലിനി വിഷ്ണു ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഉണ്ടാവണം. അതിന് എന്നെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായവും ചെയ്തു തരാൻ ഞാൻ ഒരുക്കമാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. മക്കൾ ആഗ്രഹിക്ക, നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ആഗ്രഹിക്ക. കുന്നോളം തന്നെ നമുക്ക് നേടിയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ വിജയാശംസകൾ. വിഷ്ണുവിന്റെ കൂടെ ഓട്ടോ ഓടിക്കുന്ന ഒരാളുടെ മകൾക്ക് എന്തോ സ്വീകരണം കൊടുക്കാനാ. അതുകൊണ്ട് അവരെല്ലാരും കൂടി ഓട്ടോയിലാ പോയത്. അല്ലമ്മേ, ഇപ്പോ പരിപാടി കഴിഞ്ഞു കാണില്ലേ? കഴിഞ്ഞ ഉടനെ വരേണ്ടതാ. ആ, നിങ്ങൾ ചായ കുടിക്കേ, അപ്പോഴത്തേക്ക് അവര് വരും. അല്ല, ചോദിച്ചില്ലല്ലോ. നിങ്ങളെ കണ്ടപ്പോ സത്യാമ്മ എന്താ പറഞ്ഞേ? അമ്മയ്ക്ക് അറിയാലോ സത്യാമ്മേ, ഞങ്ങളെ കാണാൻ കാത്തിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. അതിന് മാത്രം വഴക്കു പറഞ്ഞു. അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം ഞാനത് കേൾക്കേണ്ടവനാ. അത്രമാത്രം കണ്ണീര് ഞാൻ എല്ലാരെയും കുടിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരെല്ലാരും തെറ്റ് ചെയ്യുന്നവരാ രോഹിത്തെ. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണെന്ന് മാത്രം. പക്ഷെ ആ തെറ്റ് മനസ്സിലാക്കി അവര് വീണ്ടും ജീവിച്ചു തുടങ്ങുമ്പോഴാണ് അവരുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ചെയ്തതും ജീവിച്ചതും കഴിഞ്ഞതും ഒക്കെ മറന്നേക്കേ. ഇനി മുതൽ ഒരു പുതിയ ജീവിതം അങ്ങനെ കരുതി അങ്ങ് മുന്നോട്ട് പോയാ മതി. നഷ്ടപ്പെട്ട ദിവസങ്ങളും ചെയ്തുപോയ കാര്യങ്ങളും ഓർത്ത് എന്തിനാ ഇനിയുള്ള നിങ്ങളുടെ നല്ല ജീവിതം കൂടി നഷ്ടപ്പെടുത്തുന്നത്? സത്യ, സത്യ, പപ്പി. വിഷ്ണുട്ടാ, മക്കൾ എവിടെ? പേടിക്കണ്ട, വേറെ എവിടെ പോനാ? എവിടെയെങ്കിലും കാണും, നീ ടെൻഷൻ അടിക്കാതിരിക്കേ. പക്ഷെ വിഷ്ണുട്ടാ എവിടെ? വിഷ്ണുട്ടാ, മക്കൾ എവിടെ? അല്ലമ്മേ, അവരെ കണ്ടില്ലല്ലോ ഇതുവരെ. ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഇവിടുത്തെ കുട്ടികൾക്കൊപ്പം കളിച്ചോണ്ടിരുന്നല്ലേ മക്കള്, എന്നിട്ട് അവരെ മാത്രം എന്താ കാണാത്തെ? ശാലിനി, ടെൻഷൻ അടിക്കാതിരിക്കേ. ആ മോളെ, പപ്പിയും സത്യം കാണാനില്ല. കാണാനില്ലെന്നോ? അവരിവിടെ എവിടെയോ കളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ എങ്ങോട്ട് പോയെന്നറിയില്ല. ഞങ്ങളിപ്പോ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക. പോലീസ് ഇപ്പൊ വരും. അയ്യോ, ഞാൻ വിളിക്കാം. ഞാനൊന്ന് നോക്കട്ടെ. ശാലിനി വിളിക്കണേ. എന്റെ ഉയിരിപ്പോ അവിടെയാ. ഞാനൊന്ന് നോക്കട്ടെ. മക്കളെ രണ്ടുപേരും കാണാനില്ലെന്ന്. ശ്യാമേ, അവരെല്ലാരും കൂടി അവിടെ നോക്കുക. പോലീസ് ഇപ്പൊ എത്തുമെന്ന്.
അമ്മേ, കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനും എല്ലാരും അവിടെ ഉണ്ടായിരുന്നല്ലേ, എന്നിട്ടും കുട്ടികളെ ശ്രദ്ധിച്ചില്ലാന്ന് പറഞ്ഞ? പിന്നല്ലാതെ അത് ഈ സ്ഥലം എവിടെയാ? അത് കുറച്ച് വടക്കോട്ട് മാറിയാ മോനെ, ഏതൊരു ഓട്ടോ സ്റ്റാൻഡിനടുത്താ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലാം. അവിടെ എവിടെയെങ്കിലും കാണും. അല്ലാതെ കുട്ടികൾ ഒറ്റയ്ക്ക് എവിടെ പോവാനാ? മാത്രമല്ല പരിചയമില്ലാത്ത സ്ഥലമല്ലേ, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി വഴി തെറ്റി നിന്നതാവും. രോഹിത്തെ, ഞാനെന്തിനാ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നേ? എന്നാ പിന്നെ ഞാനും വരാം. ഇവിടെ ഇരുന്ന എനിക്ക് ഇരിക്കി പുറത്ത് കിട്ടില്ല. നീ വരണ്ട, ഞാൻ വിളിച്ചോളാം. അമ്മേ, നമ്മുടെ കുട്ടികള് എന്താ നിനക്ക് വേണ്ടേ? എനിക്ക് വേണ്ടത് ഞാനിങ്ങ് എടുത്തു. അതൊന്ന് പറയാന്ന് വിചാരിച്ച് വിളിച്ചതാ. നിനക്ക് സുഖം തന്നെയല്ലേ? അപ്പോ എന്റെ കുട്ടികളെ... അതല്ലേ ഞാൻ പറഞ്ഞത്, എനിക്ക് വേണ്ടത് ഞാൻ എടുത്തൂന്ന്. എനിക്ക് വേണ്ടത് കുട്ടികളെയായിരുന്നു, പപ്പിയും സത്യയും. അത് ഞാൻ പൂന്നുള്ളി എടുക്കും പോലെ ഇങ്ങെടുത്തു. ഇനി അവരെ എന്ത് ചെയ്യണമെന്നുള്ളത് നീയായിട്ടൊന്ന് സംസാരിച്ചിട്ടാവാന്ന് വെച്ചു. അതാണല്ലോ ഒരു നാട്ടുമര്യാദ. ദേ, എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നീ ഒരു ചുക്കും ചെയ്യില്ല. ചെയ്യാൻ നിനക്ക് പറ്റില്ല. കാരണം നീ ആ പിള്ളേരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊരു ആപത്ത് വരുന്നത് നിനക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. എന്താ എന്താ നിനക്ക് വേണ്ടേ? വേണ്ടത് എനിക്കല്ല, വേറൊരാൾക്കാ. നിനക്ക് വേണ്ടി കോടികൾ ഇറക്കിയ ഒരാള്. ഞാൻ ഫോൺ കൊടുക്കാം. രോഹിത്, ഇത് ഞാനാടാ, ഉപേന്ദ്രൻ. കുട്ടികളെ ജീവനോടെ തിരിച്ചു വേണമെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഇടപാടുകൾ ശരിയാക്കണം. എന്തിടപാട് ശരിയാക്കണമെന്ന്? അപ്പോഴേക്കും നീ അതങ്ങ് മറന്നോ? നിന്നെ വിശ്വസിച്ച് ഞാൻ കാശിറക്കി വാങ്ങിയ ആ വീടും പറമ്പും എന്റെ പേരിൽ നീ തിരിച്ചെഴുതി തരണം. അത് ഞങ്ങളെ ചതിച്ച് വാങ്ങിയതല്ലേ. ചെറിയൊരു ചതിയിലൂടെ ഞാനതങ്ങ് തിരിച്ചു വാങ്ങിയെന്ന് വിചാരിച്ചാ മതി. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളുടെ കാര്യം നീയൊക്കെ അങ്ങ് മറന്നേക്ക്. എടോ, ഞാൻ അവരങ്ങ് തീർത്തേക്കാൻ പോവാ. എന്നെ നിനക്കറിയാമല്ലോ, ചെയ്യാൻ പറ്റുന്നതേ ഞാൻ പറയൂ, പക്ഷെ അത് ചെയ്ത് കാണിക്കുകയും ചെയ്യും. നിങ്ങളോട് ചതി കാണിച്ചത് ഞാനാ. നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ കുട്ടികളെ ഉപദ്രവിക്കരുത്. നിനക്ക് ആ കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ നീ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങൾ തരുന്ന ഡോക്യുമെന്റിൽ ഒപ്പിട്ട് തരണം. എടോ, എന്നാലേ ആ കുട്ടികളെ നീ ജീവനോടെ കണി കാണൂ. അവൻ വരും. വരണം, വന്നേ പറ്റൂ.